November 26 അപ്പുവിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഈ വർഷം അവൾ ഒഫീഷ്യലി ടീനേജറായിട്ട് മാറുകയാണ്. 13 വയസ്സ് തികയാണ് എൻ്റെ അപ്പൂട്ടിക്ക്. അപ്പോൾ എന്തായാലും അവൾക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഒരു ഡെയിലി പ്ലാനറിന്റെ ബുക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ആൾ സ്കൂളിൽ പോയേക്കാണ്. ഈ സമയത്ത് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് എനിക്ക് ഒളിപ്പിച്ച് വെക്കണം. നാളെ രാവിലെ കൊടുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ റാപ്പിംഗ് പേപ്പർ ഒരു കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് റാപ്പിംഗ് പേപ്പേഴ്സ് കുറച്ച് നാൾ മുന്നേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിട്ടാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കവർ ചെയ്ത് വന്നപ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നി. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് റിബൺസ് ഉണ്ടായിരുന്നു. ആ റിബൺസ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു ചെറിയ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതിനുള്ളിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡെയിലി പ്ലാനർ തന്നെ വാങ്ങിക്കണോ എന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു കേട്ടോ. പക്ഷേ ആൾക്ക് ജേർണലിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഏജിലെ പെൺകുട്ടികളാകുമ്പോൾ അതൊക്കെ വലിയ താല്പര്യമായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിനോട് ലാസ്റ്റ് എത്തിയത്. എപ്പോഴും ഗിഫ്റ്റ് വാങ്ങിയ സമയത്ത് കൺഫ്യൂഷൻ ആയിരിക്കും, ഏതായിരിക്കും വാങ്ങിക്കുന്ന ഗിഫ്റ്റ് അവർക്ക് ഇഷ്ടമാവുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഇത് തന്നെ വാങ്ങി. അങ്ങനെ നാളത്തെ ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ആയി. അപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയ സമയത്താണ് ഞാൻ ഗിഫ്റ്റുമായിട്ട് വന്നത്. അടുക്കളയിൽ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുത്ത സമയത്ത് ആൾക്ക് ബുക്കാണെന്നുള്ള ചെറിയൊരു ക്ലൂ തോന്നി കേട്ടോ. ആൾ വിചാരിച്ചത് സ്റ്റോറി ബുക്ക് ആയിരിക്കും എന്നാണ്. അപ്പോൾ എന്തായാലും കൊടുത്ത സമയത്ത് ആൾക്ക് ഇഷ്ടമായി എന്നാണ് പറയുന്നത്, എന്താണെന്ന് അറിയില്ല. അങ്ങനെ സാധനമൊക്കെ ഇഷ്ടപ്പെട്ട് തുറന്ന് നോക്കിയിട്ട് ആൾ നേരെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തിരിച്ച് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കലാപരിപാടികളൊക്കെ നടത്തിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് നാളത്തെ